Hey students, welcome to my new video. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 ഇംഗ്ലീഷിൻ്റെ പൂർവി എന്ന് പറയുന്ന ടെക്സ്റ്റിൽ ദ വിന്നർ എന്ന് പറയുന്ന പോമാണ്. നമ്മൾ ദ വിന്നർ എന്ന് പറഞ്ഞാൽ വിജയി. നമ്മൾ ഈ ലെസണിൽ അല്ലെ ഈ പോത്തിൽ നമ്മൾ പറയുന്നത് നമ്മുടെ കുട്ടികളുടെ, അതായത് ചെറിയ കുട്ടികളുടെ വളരെ മനോഹരമായ ജീവിതത്തെക്കുറിച്ചാണ്, അവരുടെ കളികളെക്കുറിച്ചാണ്. പിക്ചറിലേക്ക് നോക്കിക്കോളൂ. നമുക്കിവിടെ കുറച്ച് കുട്ടികൾ ഈ ഗ്രൗണ്ടിൽ കളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്കിതിൻ്റെ ഈ ഒരു പിക്ചറിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം? അവരെല്ലാവരും കൂടെ എന്തോ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കുകയാണെന്ന് മനസ്സിലാക്കാം. ഇത് ഏകദേശം ഈവനിങ് ആണ്. കാര്യം എന്താണ്? ഇവരുടെ ഷാഡോ കണ്ടോ, ഒത്തിരി ലോങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈവനിങ് ടൈമിലാണ് ഇങ്ങനെ ഒരു ഷാഡോ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പറഞ്ഞ പോലെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നമുക്ക് പോവാം. വാട്ട് ആർ ദീസ് ചിൽഡ്രൻ ഡൂയിങ്? ഈ കുട്ടികൾ എന്താ ചെയ്യുന്നത്? ദേ ആർ പ്ലേയിങ്. അവരെന്ത് ചെയ്യുന്നു? കളിക്കുകയാണ്. ദേ ആർ പ്ലേയിങ്. PLAYING. വേർ ഡു യു തിങ്ക് ദേ ആർ? അവരെവിടെ ആണെന്നാണ് നമുക്കിപ്പം മനസ്സിലാക്കുന്നത്. യെസ്, ദേ ആർ ഇൻ ദ ഗ്രൗണ്ട്. In the ground. What's the time of the day? അതിൻ്റെ ഇപ്പം ഏത് സമയമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യെസ്, ഇൻ ദ ഈവനിങ്. ഇൻ ദ ഈവനിങ്. ഓക്കെ. ഡിസ്കസ് ദ ഗിവൺ ക്വസ്റ്റ്യൻസ് വിത്ത് യുവർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചർ. യു മേ ബിഗിൻ യുവർ സെൻറ്റൻസ് വിത്ത് ഐ ഗോ ടു. ഇനി നമ്മൾ നോക്കിയേ, ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അത് നമുക്ക് തന്നെത്താനെ പൂരിപ്പിക്കാനുള്ളത് കേട്ടോ. ഐ ഗോ ടു, ഞാൻ എവിടേക്ക് പോകുന്നു എന്നാ പറയുന്നത്? ഐ ഗോ ടു സ്കൂൾ. ഐ പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ദ പ്ലേസ് ഐ ഗോ ഫോർ പ്ലേയിങ് ഈസ് അവർ എന്താ പറയുന്നത്? പ്ലേ ഗ്രൗണ്ട് ആവും, നല്ല സ്കൂൾ ഗ്രൗണ്ട് ആകാം. ഐ ലൈക്ക് പ്ലേയിങ് വിത്ത് മൈ ഫ്രണ്ട്സ്, അല്ലെ ഐ ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ. എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. സംടൈംസ് ഐ കം ബാക്ക് ഇൻ ദ ഈവനിങ്, അല്ലേ, ഞാൻ ചിലപ്പോൾ വൈകിട്ട് മാത്രമേ വീട്ടിൽ എത്തിച്ചേരുകയുള്ളൂ. നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. വെൻ ഡു യു ഗോ ടു പ്ലേ ആഫ്റ്റർ സ്കൂൾ? സ്കൂൾ കഴിഞ്ഞ ശേഷം നിങ്ങൾ എപ്പോഴാണ് കളിക്കുന്നത്? ഐ ഗോ ഇൻ ദ ഈവനിങ് ടു പ്ലേ. ഹൂ ഡു യു പ്ലേ വിത്ത്? നിങ്ങൾ ആരുടെ കൂടാണ് കളിക്കുന്നത്? ആരുടെ കൂടായിരിക്കും? ഐ പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. വേർ ഡു യു ഗോ ടു പ്ലേ ഇൻ ദ ഈവനിങ്? നിങ്ങൾ എവിടെയായിരിക്കും വൈകിട്ട് കളിക്കാൻ പോകുന്നത്? ഐ ഗോ ടു ദ പാർക്ക് ഇൻ ദ ഈവനിങ് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ കൂടെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ എവിടെയാണ് കളിക്കാൻ പോകുന്നത്? പാർക്കിലാണ്. അടുത്ത എന്താ? വേറെ രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. വിച്ച് ഗെയിംസ് ഡു യു ലൈക്ക് പ്ലേയിങ്? നിങ്ങൾക്ക് ഏത് ഗെയിം കളിക്കാനാണ് ഇഷ്ടം? ഐ ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ ആൻഡ് ഹൈഡ് ആൻഡ് സീക്ക്. ഹൈഡ് ആൻഡ് സീക്കും ഫുട്ബോളും കളിക്കാനാണ് ഇഷ്ടം. വെൻ ഡു യു കം ബാക്ക് ഹോം? നിങ്ങൾ തിരിച്ച് വീട്ടിൽ എപ്പോഴാണ് വരുന്നത്? ഐ കം ബാക്ക് ആഫ്റ്റർ സൺസെറ്റ്. വൈകുന്നേരത്താണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. നമ്മൾ പോയത്തിലേക്ക് പോവാം കേട്ടോ. ലെറ്റ് us read. Evenings we play ball next to the creek in our neighbor's field. വൈകുന്നേരം ഈവനിങ്ങിൽ ഞങ്ങൾ എന്ത് ചെയ്യും? വി പ്ലേ ബോൾ, പന്ത് കളിക്കാൻ പോകും. നെക്സ്റ്റ് ടു ദ ക്രീക്ക്. ക്രീക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു റിവർ എന്നാണ് അർത്ഥം. ചെറിയ റിവറിനടുത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? ബോൾ കളിക്കാൻ വരും. അത് ആരുടെ ഫീൽഡാണെന്ന് അറിയാമോ? ആരുടെ സ്ഥലമാണ്? ഈസ് ഇൻ അവർ നെയ്ബേഴ്സ് ഫീൽഡ്. ഞങ്ങളുടെ അയൽപക്കക്കാരൻ്റെ ഫീൽഡിലാണ് ഞങ്ങൾ പോയി പന്ത് കളിക്കുന്നത്. അതിനടുത്ത് എന്തുകൊണ്ട്? ഒരു ചെറിയ റിവറും ഉണ്ട്. വി റൺ സോ ഫാസ്റ്റ് ഐ കാണ്ട് ഈവൻ ക്യാച്ച് മൈ ബ്രത്ത്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഓടും. നമുക്കറിയാം, നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഒരുപാട് സ്പീഡിൽ ഓടും, അല്ലേ? എത്ര സ്പീഡിലാന്ന് പറഞ്ഞാൽ ഐ കാണ്ട് ഈവൻ ക്യാച്ച് മൈ ബ്രത്ത്. എനിക്ക് ശ്വാസം പിടിച്ച് നിൽക്കുക, അതായത് ശ്വാസം ഒട്ടും തന്നെ വിടാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഓടും. നമ്മൾ കണ്ടില്ലേ, നമ്മൾ നന്നായിട്ട് നല്ല സ്പീഡിൽ ഓടിക്കഴിഞ്ഞാൽ വല്ലാണ്ട് കിതയ്ക്കും നമ്മളെ, അല്ലേ? നമുക്ക് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരും. അങ്ങനത്തെ രീതിയിലോടും. നമുക്ക് പന്ത് കളിക്കുമ്പോഴൊക്കെ നമുക്ക് ജയിക്കണം എന്നല്ലേ, ഫ്രണ്ട്സിനെക്കാട്ടി കൂടുതൽ സമയം നമുക്ക് ബോൾ കളിക്കണം, അല്ലെ നമുക്ക് ഫ്രണ്ട്സിനെക്കാട്ടി മുന്നേ ജയിക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് ഓടും. വെൻ ബ്ലൂ ഡാർക്ക് ടേൺസ് ടു ബ്ലാക്ക്, cold grass aches our feet, trees creep
close, game's over, night wins. നോക്കിയേ, വെൻ ബ്ലൂ ഡാർക്ക് ടെൻസ് ടു ബ്ലാക്ക്. ബ്ലൂ ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് സമയമാകുമ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ള അത്രയും വെട്ടം ഉണ്ടാകത്തില്ല. ഒരു ചെറിയ ഇരുണ്ട നിറം അല്ലെ ഇരുണ്ട കാലാവസ്ഥയായിരിക്കും അല്ലേ, ഇരുണ്ട വെളിച്ചമായിരിക്കും നമുക്ക് ഇടുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ടും ബ്ലാക്ക് ആവും. ദാറ്റ് മീൻസ് എന്താ, ഈവനിങ് ടേൺസ് ടു നൈറ്റ് അല്ലേ. വൈകുന്നേരം എന്തായിട്ട് മാറുന്നു, വൈകുന്നേരം മാറി ഇരുട്ടാകുന്നു, രാത്രിയാകുന്നു. കോൾഡ് ഗ്രാസ് ഏക്സ് അവർ ഫീറ്റ്. അതായത് തണുത്ത ഗ്രാസ്, പുല്ലുകൾ നമ്മുടെ കാലിനെ നോക്കിയെന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഈ മഞ്ഞുതുള്ളി തണുപ്പ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മഞ്ഞുതുള്ളി അല്ലെങ്കിൽ വെള്ളമയമുള്ള പുല്ലിലൂടെ ഓടുമ്പോൾ കാലുകൾ വേദനിക്കും. കണ്ടോ, അവർ എന്തിട്ടിട്ടില്ല, ചപ്പൽസ് ഒന്നും ഇട്ടിട്ടില്ല. ട്രീസ് ക്രീപ്പ് ക്ലോസ്. എന്താ, സന്ധ്യ ആകുമ്പോൾ നിങ്ങൾ കണ്ടില്ല, മരത്തിൻ്റെ ചില്ലയൊക്കെ ഇങ്ങനെ ചാഞ്ഞ് ഇരിക്കും. അപ്പോൾ ആ ട്രീസൊക്കെ താഴേക്ക് മൂവ് ചെയ്യും. ഗെയിംസ് ഓവർ. ആ സമയമാകുമ്പോൾ എന്ത് തീരും, കളി അവസാനിക്കും. നൈറ്റ് വിൻസ്. ആരാണ് അവിടെ ജയിക്കുന്നത്, നൈറ്റ് വിൻസ്, രാത്രി ജയിക്കുന്നു. ദാറ്റ് മീൻസ് എന്താ, ഞങ്ങൾ ഈവനിങ് കളി തുടങ്ങി, രാത്രിയാവുമ്പോൾ എന്താവും, രാത്രിയാവുന്നു എന്നാകുമ്പോൾ ഞങ്ങൾ കളിയൊക്കെ നിർത്തി വീട്ടിൽ പോരും എന്നാണ് പറയുന്നത്. അതിൽ വേർഡ് മീനിങ് ആണ്. ക്രീക്ക് എ സ്മോൾ റിവർ, ഏക്സ് എ പെയിൻ ദാറ്റ് ലാസ്റ്റ് ഫോർ ലോങ് ടൈം, വേദന. ക്രീക്ക് മൂവ് ഫോർവേഡ് സ്ലോലി, പതിയെ മുന്നോട്ടാഞ്ഞ് വരുന്നതിനാണ് നമ്മൾ ക്രീക്ക് എന്ന് പറയുന്നത്. ലെസണിൽ നമ്മൾ എൻ്റെ സമ്മറി, നമുക്ക് ഈ പോയത്തിൻ്റെ സമ്മറി ഇതാണ്. ദ പോം സെലിബ്രേറ്റ് ദ കെയർ ഫ്രീ ആൻഡ് ജോയ്ഫുൾ നേച്ചർ ഓഫ് ചൈൽഡ്ഹുഡ് പ്ലേ. നമ്മൾ ചെറുപ്പകാലത്തെ കളി വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇറ്റ് ഹൈലൈറ്റ് ദ fleeting nature of the youth and emphasize the beauty found in simple everyday moments. നമുക്ക് ഈ നമ്മുടെ ചെറുപ്പകാലത്തെ ഫ്രീ ആയിട്ട്, അതായത് നമുക്ക് യാതൊരു അല്ലലും ഇല്ലാതെയുള്ള ജീവിതത്തെക്കുറിച്ച്, ആ ബ്യൂട്ടി, ആ മനോഹാരിതയെക്കുറിച്ചും വളരെ സിമ്പിളായിട്ട് ജീവിക്കാൻ പറ്റുന്നതിനെക്കുറിച്ചും, അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് വലിയ ടെൻഷൻസ് ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബൈ ഡെപ്പിക്റ്റിംഗ് ദ ഷിഫ്റ്റ് ഫ്രം ഡേ ടു നൈറ്റ്, ദ പോം കൺവേ എ സെൻസ് ഓഫ് ട്രാൻസിഷൻ ആൻഡ് സൈക്ലിക്കൽ നേച്ചർ ഓഫ് ദ ടൈം. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഡേ നൈറ്റായിട്ട് മാറുന്ന ഒരു സംഭവം പറയുന്നത്, അതായത് ഈവനിങ്ങിൽ നിന്നും നൈറ്റിലേക്ക് മാറുന്നു. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അതൊരു ട്രാൻസിഷനാണ്. അതായത് നമ്മുടെ പ്രകൃതി നമ്മളെ സ്ഥിരമായ ഒരിടത്ത് നിർത്തത്തില്ല അല്ലേ. അതിങ്ങനെ നമ്മൾ രാത്രി ആയാലും അവിടെ നിൽക്കത്തില്ലല്ലോ, ഇല്ല, നമ്മൾ വീട്ടിൽ വന്ന് പഠിച്ചിട്ട് കിടന്ന് ഉറങ്ങും. അപ്പം ആ പിറ്റേ ദിവസം നേരം എടുക്കുമ്പോൾ നമ്മൾ വീണ്ടും തുടങ്ങും സ്കൂളിലേക്ക് പോകാനുള്ള അല്ലേ. അപ്പോൾ അതൊരു സൈക്ലിക്കൽ നേച്ചറാണ്, ഒരു ചക്രം പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും. പോം എഴുതിയ ആളുടെ പേര് ജോർജിയ ഹെഡ് എന്നാണ് കേട്ടോ. ആളുടെ പിക്ചറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. Read the given lines from the poem. Write the meaning of the line by identifying words or expressions in them. ഇനി ഓരോന്നിൻ്റെയും മീനിങ് ആണ് നമ്മൾ ഈ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ടു ദ ക്രീക്ക്. നെക്സ്റ്റ് ടു ദ ക്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? നിയർ എ സ്മോൾ റിവർ. നിയർ എ സ്മോൾ, അതെ ഇവിടെ എഴുതിയിട്ടുണ്ട്, എ സ്മോൾ ബോഡി ഓഫ് വാട്ടർ, സ്മോൾ റിവർ. I can't even catch my breath. Clue, the child has been running. I can't even catch my breath means fastly run alle. The boy is very fast, they run very fast. Run very fast അതാണ് ഉദ്ദേശിച്ചത്. When blue dark turns to black, clue, the color of the sky changes to blue to black. എൻ്റെ മീനിങ് എന്താ? അതായത് become night. രാത്രിയാവുന്നു എന്നാണ് അർത്ഥം. Then trees creep close. It is evening time. Why do you think the tree seems close? എന്താണ് അങ്ങനെ തോന്നാൻ കാര്യം? അതായത് ഈവനിങ് ആയി കഴിയുമ്പോൾ എൻ്റെ ഷാഡോ എന്താവും, വളരെ എൻ്റെ ബ്രാഞ്ചസ് ഒക്കെ എന്താവും, എൻ്റെ ബ്രാഞ്ചസ് എന്തായിട്ട് മാറുന്നുണ്ടോ? സ്ലോലി മൂവിങ്
ടുവേർഡ്സ്, ഡൗൺവേർഡ്സ്, ഡൗൺവേർഡ്സ്. അതായത് താഴോട്ടത് മൂവ് ചെയ്യുന്ന പോലെ, പതിയെ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. റീഡ് ദ പോയം, കംപ്ലീറ്റ് ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ ദ പോയം. പോയത്തെ ബേസ് ചെയ്ത് നമുക്ക് എഴുതാനുള്ളതാണ്. ദ ചിൽഡ്രൻ പ്ലേ ഡാഷ് ഇൻ ദ നൈബേഴ്സ്. They run so dash that they run out of breath. They continue to play till the evening when the blue sky turns dash. And the trees are not clearly visible. They can feel their feet dash. Now that is cold. Finally they stop and go home at it's a night. നമ്മളത് കംപ്ലീറ്റ് ചെയ്തേക്കുവാണേ. ദ ചിൽഡ്രൻ പ്ലേ ബോൾ ഇൻ ദ ഈവനിങ് ഇൻ ദ നെയ്ബേഴ്സ് ഫീൽഡ്. കുട്ടികൾ എന്താ ചെയ്തിരുന്നത്? ബോൾ കളിക്കുമായിരുന്നു വൈകിട്ട് അടുത്തുള്ള അയൽക്കാരൻ്റെ ഫീൽഡിൽ, പറമ്പിൽ. URS ആണ്, URS. They run so fast that they run out of breath. ഭയങ്കര സ്പീഡിലായിരുന്നു അവർ ഓടിയത്. They continue to play till the evening when the blue sky turns black. Blue sky black ആകുന്നവർ ചെയ്തു. And the trees are not visible. എന്താണ്? രാത്രി ഇരുട്ടിയതുകൊണ്ട് മരത്തെ കാണാൻ പോലും ഇല്ല. മീൻസ് നമുക്ക് കാണാൻ പറ്റത്തില്ല. They can feel their feet ache now. That is, it's cold. ഭയങ്കര തണുപ്പായിരുന്നു, അതുകൊണ്ട് അവരുടെ കാലൊക്കെ വേദനിച്ചു. Finally they stop playing and go home as it is night. രാത്രിയായപ്പോൾ അവരെന്ത് ചെയ്തു? വീട്ടിലേക്ക് പോയി. ഇവിടെ ക്വസ്റ്റ്യൻ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. വി റൺ സോ ഫാസ്റ്റ് ഐ ക്യാൻ ഈവൻ ക്യാച്ച് മൈ ബ്രത്ത്. അതായത് എന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടിയതുകൊണ്ട് എനിക്ക് എൻ്റെ ബ്രത്ത് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. സെൻറ്റൻസ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ ഇൻ ദ കറക്റ്റ് ഓപ്ഷൻസ്. ദ സ്പീക്കർ നീഡ്സ് ടു ക്യാച്ച് ദ ബ്രത്ത് ബിക്കോസ് everyone decided to walk. All the friends wished to go home. Running fast result in being breathless. They need to breathing exercise. എന്താണ്? റണ്ണിങ് ഫാസ്റ്റ് റിസൾട്ട്സ് ബീയിങ് ബ്രെത്ത്ലെസ്. ഇസ് എ സ്പീക്കർ എലോങ്? വൈ ഡു യു സേ സോ? നമ്മൾ ചോദിക്കുന്നുണ്ടോ സ്പീക്കർ തന്നാണോ എന്ന്? നോ, ദ സ്പീക്കർ ഈസ് നോട്ട് എലോൺ. അതിൽ തന്നെയല്ല, അതായത് കുട്ടി തന്നെയല്ല. ദ യൂസ് വി റൺ സോ ഫാസ്റ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദേ ആർ അതേഴ്സ് വിത്ത് ദ സ്പീക്കർ ലൈക്ക് ഫ്രണ്ട്സ് ഓർ കമ്പാനിയൻസ്. വി എന്നാണ് നമ്മൾ അതിനകത്ത് കണ്ടതല്ലേ. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ അവന് കൂട്ടുകാർ കൂടുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. നെക്സ്റ്റ് എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഡസ് ദ പാറ്റേൺ ഓഫ് ദ ലൈൻ ടെൽസ് അസ്? പാറ്റേൺ, അതായത് ലൈൻസിൻ്റെ പാറ്റേൺ എന്താണ് നമ്മളോട് പറയുന്നത്? ദ പാറ്റേൺ ഇൻ ദ ലൈൻ സജസ്റ്റ് എ സെൻസ് ഓഫ് അർജൻസി ഓർ എക്സൈറ്റ്മെൻറ്റ്. വളരെ ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ അർജൻറ്റായിട്ട് പറയുന്ന കാര്യം പോലെ. ദ റെപ്പറ്റേഷൻ ഓഫ് ദ ആക്ഷൻ വി റൺ സോ ഫാസ്റ്റ് എംഫസൈസ് ദ സ്പീഡ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ദെയർ മൂവ്മെൻറ്റ്. അവരുടെ മൂവ്മെൻറ്റിൻ്റെ, ചലനങ്ങളുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ആൻഡ് സ്പീഡ് ഒക്കെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. വെൻ ബ്ലൂ ഡാർക്ക് ടേൺസ് ടു ബ്ലാക്ക്, കോൾഡ് ഗ്രാസ് ഏക്സ് അവർ ഫീറ്റ്, ട്രീസ് ക്രീപ് ക്ലോസ്, കെയിം ഓവർ ദാറ്റ് നൈറ്റ് വിൻസ്. ഗീവ് വൺ റീസൺ വൈ ദ ഗ്രാസ് ഈസ് കോൾഡ്. എന്തുകൊണ്ടാണ് ഗ്രാസ് കോൾഡ് ആയത്? ഗ്രാസ് ഈസ് കോൾഡ് ബിക്കോസ് ഇറ്റ് ഈസ് ഈവനിങ് ടൈം ആൻഡ് ദ ടെമ്പറേച്ചർ ടിപ്പിക്കലി ഡ്രോപ്പ് as നൈറ്റ് അപ്രോച്ചസ്. രാത്രി ആകുന്നതോറും നമുക്കറിയാമല്ലോ തണുപ്പ് കൂടും, അതുകൊണ്ടാണ് കാല് തണുപ്പ് കൊണ്ട് വേദനിക്കാൻ തുടങ്ങിയത്. Complete the sentence suitably. The children's feet are aching because they have been running and playing barefoot on the cold grass. തണുത്ത ഗ്രാസിലൂടെ ചപ്പൽസ് ഒന്നും ഇല്ലാതെ ഓടിയത് കൊണ്ടാണ് അവർക്ക് വേദനിച്ചത്. വൈ ഡസ് നൈറ്റ് വിൻ? എന്തുകൊണ്ടാണ് നൈറ്റ് വിൻ ആകുന്നത്? നൈറ്റ് വിൻസ് ബിക്കോസ് എന്താ കാര്യം? ടൈം ഫോർ ദ പ്ലേ ഹാസ് എൻഡഡ്. ചിൽഡ്രൻ ആർ ടയർഡ്. ടൈം ടു പ്ലേ അറ്റ് ഹോം ബിഗിൻസ്. നൈറ്റ് ഫോളോസ് ഡേ. അപ്പോൾ എന്താണ് അർത്ഥം? നൈറ്റ് ഫോളോസ് ഡേ അല്ലേ, രാത്രിയാവുമായിരുന്നു, അതുകൊണ്ടാണ്. ലൈൻസ് ഫ്രം ദ പോയം. വാട്ട് ദ പോയം ഹാസ് ഡൺ. അതർ എക്സാമ്പിൾസ്. ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടേ, നോക്കാമേ. ഐ കനോട്ട് ഈവൻ ക്യാച്ച് മൈ ബ്രത്ത്. ദിസ് ടെൽസ് us that the children are really out of breath. The pattern is used to highlight them being ഔട്ട് ഓഫ് ബ്രീത്ത്. ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടിയതുകൊണ്ട് ശ്വാസം കിട്ടാതെ പോകുന്നു എന്നാണ് പറയുന്നത്. അതർ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ദ ലീവ്സ് ആർ ഫോളിങ്.
ഇതാണ് ഒരു എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത്. വേറെ ഒരു എക്സാമ്പിളാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ ലെസണിലേ അല്ല, നമുക്ക് വേറൊരു എക്സാമ്പിൾ അവർ തന്നിരിക്കുകയാണ്. അത് നോക്കുക. അതുപോലെ നൈറ്റ് വിൻസ് നമുക്ക് തന്നിരിക്കുന്നത് പേഴ്സണിഫിക്കേഷനാണ്. ദ പോയറ്റ് ഹാസ് ബീൻ ഹ്യൂമൻ ക്വാളിറ്റീസ് ഓഫ് ദ ഇൻആനിമേറ്റ് തിങ്സ്. അതായത് രാത്രി എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ അല്ല, അല്ലേ? നമ്മൾ ജയിക്കുക തോൽക്കുക എന്നൊക്കെ പറയുന്നത് ഹ്യൂമനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. നൈറ്റ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ പോലും അതിനെ മനുഷ്യൻ്റെ ഒരു ഗുണമുണ്ട് എന്ന് പറയാം. അതായത് രാത്രി വിജയിച്ചു എന്ന് പറയുമ്പോൾ അതൊരു പേഴ്സണിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാം. ദ സൺ പ്ലേഡ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് ദ ക്ലൗഡ്സ്. ഹൈഡ് ആൻഡ് സീക്ക് ആരാണ് കളിക്കുന്നത്? മനുഷ്യരാണ്, അല്ലേ? നമ്മളാണ്. പക്ഷേ ഇവിടെ സൺ ക്ലൗഡ്സിനിടയിൽ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നു എന്ന് വേറൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. അത് പേഴ്സണിഫിക്കേഷൻ ഒരു എക്സാമ്പിളാണ് കേട്ടോ. Now try to write some examples of your own both. Use your imagination. Okay, the poet has talked about creek in the poem. അതായത് ഒരു ചെറിയ റിവറിനെ കുറിച്ച് പറയുന്നുണ്ട് പോയത്തിൽ, അല്ലേ? യു നോ ഹൗ ദ ക്രീക്ക് ഈസ് വാട്ടർ, ദാറ്റ് ക്രീക്ക് ഈസ് എ വാട്ടർ ബോയ്. കംപ്ലീറ്റ് ദ വേർഡ് വെബ്. നമുക്കൊരു വേർഡ് വെബ് തരിക കേട്ടോ. അതായത് പല വാട്ടർ ബോഡീസിൻ്റെ എഴുതാനേ. അപ്പോൾ നിങ്ങൾ ഈ വെബിൽ വേണം എഴുതാനേ. ലേക്ക്, റിവറ്, സീ, പോണ്ട്, ഓഷ്യൻ, സ്ട്രീം എന്ന് ഈ വരയോട് ചേർന്ന് നിങ്ങൾ എഴുതുക. ഇതിൻ്റെ എല്ലാ സ്പെല്ലിങ് ഇവിടെ നോക്കി എഴുതുക. ലേക്ക്, അല്ലെങ്കിൽ റിവർ, സീ, അങ്ങനെ ഓരോന്നും എഴുതുക. നമ്മുടെ ഈ ലെസൺ നമ്മളിവിടെ തീരുവാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു ലെസണുമായി വരാം.